ചേട്ടാ ഉറങ്ങാണോ? പിന്നെ കണ്ണടച്ചിരിക്കുന്ന? നല്ല സുഖം, നല്ല സുഖം. നോക്കോ ചേട്ടാ ഒന്ന് ആലോചിച്ചോക്കേ, ആര് ശല്യം ചെയ്യാതെ ഉറങ്ങാൻ നമുക്കൊരു കൂട്. കൂടല്ലേ? ചേട്ടന്റെ വയലിൻ പോലൊരു കൂട്, ചുറ്റും നിറയെ പൂക്കൾ. നമ്മള് കൂടിനകത്തോ പുറത്തോ? നമ്മളകത്ത്, ആരും കാണാതെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കണം. ഇടയ്ക്ക് എണീക്കാനൊന്നും പാടില്ല. എന്തിനാ എഴുന്നേക്കുന്നേ? വിശക്കൂല്ലേ? ഇല്ല. ഓ എനിക്ക് വിശക്കും. ഞാനൊരു കാര്യം ചെയ്യാം. മോളെ അനക്കാതെ പൂ പോലെ കിടത്തി ഉറക്കിയിട്ട് ശബ്ദം ഉണ്ടാക്കാതെ വെളിയിലിറങ്ങി ആരും കാണാതെ വയറ് നിറച്ചെന്തെങ്കിലും കഴിച്ചോണ്ട് വന്നിട്ട് കൂടെ കിടന്നുറങ്ങിക്കണം. പോരെ? പോരേന്ന്. ഇപ്പൊ കിടന്ന് ഉറങ്ങിക്കോ. കേട്ടോ അമ്മ, ഇന്ന് ഉച്ചയ്ക്ക് ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ട വെളി പറയരുതെന്നാ മോനെ. ഫലിക്കില്ല. അല്ല, ഫലിക്കരുത്, അതുകൊണ്ടാ പറഞ്ഞു തീർക്കാന്ന് വെച്ച്. തമാശയാണെങ്കിൽ എനിക്ക് കേക്കണ്ട. തമാശ അല്ല മോളെ, കേട്ടോമ്മാ. ഞാന് ഗണപതിയുടെ അമ്പലത്തിൽ പോയി. ഞാൻ ചെല്ലുമ്പോ ഗണപതി അവിടെ ഉണ്ട്, തുമ്പിക്കയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ പോണേ, കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലേന്ന് ഗണപതിയോട് 2 തേങ്ങ അടിച്ച് പറഞ്ഞേക്കാന്ന് വെച്ചു. ആദ്യത്തെ തേങ്ങ എടുത്ത് അമ്മാവനും അമ്മാവിക്ക് നല്ലത് വരുത്തണെന്ന് പറഞ്ഞൊരു ഒറ്റയടി തേങ്ങ പടപടാന്ന് പൊട്ടി. മോളുടെ പേര് പറഞ്ഞ് അടിച്ചതും ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടി. ഞാൻ നോക്കിയപ്പോ ഗണപതി പോയാൻ 2 വിരലെടുത്ത് ചെവിക്കകത്തിട്ടിരിക്കുന്നു, സൗണ്ട് കാരണം. ഒരെണ്ണം നമ്മളുടെ പേരിൽ എറിഞ്ഞേക്കാന്ന് വെച്ചു. നമ്മൾ നന്നാവുമ്പോ വീട്ടുകാരും നന്നാവുമല്ലോ, അല്ലേ മോളെ? തേങ്ങ കയ്യിലെടുത്തിട്ട് ഗണപതി ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ അന്തം വിട്ടൊരു ഒറ്റ ഏറാണ്. എന്റെ അമ്മായി തേങ്ങ പൊട്ടിയില്ലെന്ന് മാത്രമല്ല, ഗണപതി ഭഗവാൻ തുമ്പിക്കൈ കൊണ്ട് ആ തേങ്ങ തപ്പി തപ്പി ഇങ്ങനെ എടുത്തിട്ട് കൊണ്ട് പോടാ നിന്റെ തേങ്ങ എന്ന് പറഞ്ഞ എന്റെ മോന്തക്കിട്ടൊരു ഒറ്റ ഏറി. ആ ഏറി ഇങ്ങനെ വരികയെ ഞാൻ ഇങ്ങോട്ട് മിസ് ചെയ്തു. അപ്പൊ ആണെന്നു, അപ്പൊ സ്വപ്നം. ഹലോ, ഹലോ, ഫോൺ. വലിയ തമാശക്കാരനാണെന്ന വിചാരം. എന്തോ പറഞ്ഞാൽ രണ്ടുപേരൂടെ ഇരുന്ന് ചിരിച്ചു കൊടുക്കുമല്ലോ. പിന്നെ ചിരിക്കാതെ നിങ്ങളത് പിണങ്ങിയോ? ഇല്ല, പക്ഷെ പിണങ്ങാൻ പോവാ. ഇങ്ങനെ ഒരാളിനെയാണല്ലോ അച്ഛൻ എനിക്ക് കല്യാണം കഴിച്ചു തന്നത്. എന്താ മോളെ കാര്യം പറ. ഭർത്താവാണ് പോലും. അച്ഛന് ദേഷ്യം വന്ന അമ്മ വഴക്ക് പറയത്തില്ലേ? ദേഷ്യം വന്ന പറയും. ആണുങ്ങളായ എപ്പോഴെങ്കിലും ഇച്ചിരി ദേഷ്യം വരണ്ടേ? അമ്മ പറ, അമ്മയ്ക്ക് ഇഷ്ടമല്ല അച്ഛൻ വഴക്ക് പറയുന്നത്? എപ്പ നോക്കിയാലും മോളെ മോളേന്നും പറഞ്ഞ് പുറകെ നടന്നോളൂ. എനിക്കിഷ്ടം ഇച്ചിരി വഴക്കിടുന്നതൊക്കെ. ഇന്ന് വഴക്കിടും നാളെ വഴക്കിടുന്നു പറഞ്ഞ എത്ര ദിവസം കൊണ്ടാ കാത്തിരിക്കുന്നേ? ഭാഗ്യം ചെയ്യണ്ടേ മോളെ വേണുവിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടാൻ. കാര്യമില്ലാതെ എന്തിനാ വഴക്ക് പറയുന്നേ? കാര്യം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ തമ്മിൽ വഴക്കിട്ടില്ലെങ്കിൽ വലിയ വഴക്കാവുമ്പോഴേ നിങ്ങൾ രണ്ടുപേരും വന്ന് ഒളിഞ്ഞു നോക്കണം. അച്ഛാ, കേറി ഇടപെട്ടേക്കരുത്. ദൈവമേ, ഇതാരാ ഈ വയലിന്റെ കമ്പിയൊക്കെ പൊട്ടിച്ചളഞ്ഞ്? ഇത് കുറച്ച് അന്യായമായിപ്പോയല്ലോ. ക്രാപ്പ് വില കാണിക്കരുത് കേട്ടോ. ക്രാപ്പ് വില ഇട്ടുണ്ടല്ലോ. നിന്റെ പൊടി തട്ടി എടുക്കുന്ന കോപ്പാണെന്ന് ചോദിച്ചോടാ. ഇത് ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ ഏത് കോന്തനാണ് ഇത് പൊട്ടിച്ചേ? കോന്തനല്ല പൊട്ടിച്ചത്, ഈ കോന്തിയാ പൊട്ടിച്ചത്. ആഹാ, മോളാ ഇത് പൊട്ടിച്ച്? നല്ല വൃത്തിയായിട്ട് പൊട്ടിച്ചിരിക്കുന്നല്ലോ മോള്. മോളല്ല, കോന്തി. അയ്യോ, അങ്ങനൊന്നും പറയരുത്. കോന്തിയോ? എന്റെ ചക്കരക്കുടവല്ലേ. ഞാൻ ദേഷ്യം വന്നപ്പോ അവനെ എന്തോ പറഞ്ഞോന്ന് വെച്ച്. മോളാണ് ഇത് പൊട്ടിച്ചത്? ഞാനാ പൊട്ടിച്ചത്. ചുമ്മാ രസത്തിനാ? അല്ല, കാര്യായിട്ടാ. ബാക്കി കൂടെ പൊട്ടിക്കാത്ത? എനിക്ക് തോന്നുമ്പോ ഞാൻ പൊട്ടിച്ചോളാം. അപ്പൊ ഞാൻ ഈ കമ്പിയൊക്കെ മാറ്റിയിട്ട് തരാം. അപ്പൊ തോന്നുമ്പോ പൊട്ടിക്കാമല്ലോ. അയ്യോ, എന്ത് പറ്റി മോളെ? മോളെ അമ്മാവാ, മോള് വയലിന്റെ കമ്പിയൊക്കെ പൊട്ടിച്ച് കളിക്കുന്നു. ഞാൻ പറഞ്ഞു ഇഷ്ടം പോലെ പൊട്ടിച്ചോളാൻ. ഒരു വയലിന് എന്തോന്ന് ഞാൻ പറഞ്ഞ അമ്മാവൻ 1000 വയലും വാങ്ങിച്ചു തരും. ഇല്ലേ? മോള് ജോളിയായിട്ടിരിക്കണം, അതാണ്. മോള് ഉറങ്ങാൻ പോവാ. അയ്യോ, ഉറങ്ങിക്കോ. ഞാനേ ഇതിന്റെ കമ്പിയൊക്കെ മാറ്റിയിട്ട് വെക്കാം. നാളെ മോക്ക് പൊട്ടിക്കണം തോന്നിയാ പൊട്ടിക്കാമല്ലോ. പേടിക്കാനൊന്നുമില്ല വേണു. ഒന്ന് തലചുറ്റി വീണു. അപ്പൊ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു. മോളിപ്പോ ചോദിച്ചേളൂ വേണുവിനെ പറ്റി. എങ്ങനെയുണ്ട് അപ്പച്ചി? കൺഗ്രാചുലേഷൻസ്. അച്ഛനാകാൻ പോകുന്നതിന്റെ ചെലവ് ചെയ്യണമെന്ന്. എനിക്ക് മോളെ ഒന്ന് കാണാം. പിന്നെന്താ, കണ്ണും വീഴ്ച കിടക്ക അമ്മച്ചി പോസില്. എനിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എനിക്ക്
അയ്യോ എനിക്ക് വയ്യേട്ടാ, എനിക്ക് വയ്യ. വയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ? നല്ലവണ്ണം സുഖമായിട്ട് പ്രസവിക്കണ്ടേ? അതിന് നടക്കണം. ഓ പിന്നെ മോള് വേറെ ഒരു ജോലിയും ചെയ്യുന്നില്ലല്ലോ, അപ്പം നടന്നേ പറ്റൂ. മോളെ, ഈ നാട്ടിൻ പുറത്തുള്ള പെണ്ണുങ്ങള് വലിയ വയറുമായിട്ട് ജോലിക്ക് പോകുന്നതും കാണാം, സുഖമായിട്ട് പ്രസവിച്ചിട്ട് തിരിച്ചു വരുന്നതും കാണാം. ദൈവം പോലും അറിയില്ല. ഈ മടിച്ചുകൾക്കാണ് സമയമാവുമ്പോ അയ്യോ എന്റെ അമ്മോ എന്നൊക്കെ വിളിക്കേണ്ടി വരുന്നത്. ഓ എല്ലാം അറിയാവുന്ന ഒരാള് പ്രസവടപ്പല്ലായിരുന്നു ജോലി. ഈ ചേട്ടന് ഒരു സ്നേഹവും ഇല്ല. എനിക്കോ? സത്യം പറഞ്ഞ ഇപ്പൊ മുഴുവൻ സ്നേഹം. ഓ. ഇവിടെ സ്നേഹം, ഇവിടെ സ്നേഹം, ഇവിടെ സ്നേഹം, ഇവിടെ ഒരുപാട് സ്നേഹം. മൂക്ക് വയ്യേ? കുതിര വണ്ടി പോണോ? വേണ്ട, കുതിര വണ്ടി ഇങ്ങനെ ചാടി ചാടി കുഴുകിപ്പോവും. മോളിന്റെ തോളത്ത് കയറിക്കോ. എനിക്ക് വിശക്കുന്നുട്ടോ. വിശക്കുന്നോ? നമുക്ക് വീട്ടിൽ പോയിട്ട് കാപ്പിടിക്കാം. അയ്യോ വീട്ടിലെ ഇഡ്ഡലിയും ദോശയും കഴിക്കുന്ന ആരും ആലോചിക്കുമ്പോഴാ. പിന്നെ മൂക്ക് എന്ത് വേണം? കടപ്പുണ്ടോ? കടപ്പുണ്ടോ? ആ, കൊച്ചു ചായക്കടക്കകത്ത്, കണ്ണാടിച്ചില്ലിട്ട് അലമാരിക്കകത്ത് ചൂട് പരിപ്പുവട, മോദകം, വാഴയ്ക്കാപ്പം, ബജ്ജി കഴിക്കും മോളെ. ഇത്രയല്ലേ ഉള്ളൂ? മതി. അയ്യോ, പരിപ്പുവട, പരിപ്പുവട, പരിപ്പുവടയ്ക്ക് കോമ്പിനേഷൻ പാളയം കുടമ്പഴം. എനിക്ക് പുളിയുള്ള എന്തേലും വേണം. പുളിയുള്ളതുണ്ടല്ലോ, നല്ല ബെസ്റ്റ് പുളിയുള്ള മുന്തിരിങ്ങ. ഇങ്ങനൊന്നും കഴിച്ചാ പോരാ മോളെ, നന്നായിട്ട് കഴിക്കണം. കുഞ്ഞിന് പ്രോട്ടീൻസ് കിട്ടണ്ടേ? ശരിക്ക് പ്രോട്ടീൻസ് കിട്ടാൻ ഒരു ഉഗ്രം വിലയുണ്ട്. എന്താ പറയുമ്പോ എന്നെ ആശാക്കരുത്. ഇല്ല. അയ്യോ എനിക്ക് വയ്യേട്ടാ. അയ്യോ, നമ്മള് ഇവിടെ വാങ്ങിക്കുന്ന അരി ഏതാ? ബസുമതി. അയ്യോ, ബസുമതിയും വാസ്തി ഒന്നും വേണ്ട. നല്ല റോസ് ചമ്പാവരി. അതെ, ഇത്തിരി കുഴിവുള്ള ഒരു പരന്ന പിഞ്ഞാണത്തില്, പരന്ന പിഞ്ഞാണത്തില് വെള്ളം കൂടുതലാക്കി പഴങ്കഞ്ഞി കോരിയെടുക്കണം. പഴങ്കഞ്ഞി കോരിയെടുക്ക. എന്നിട്ട് കുറച്ച് കട്ട തൈര് ഇതിലോട്ട് ഒഴിക്കണം. എന്നിട്ട് പച്ചമുളക് കീറിയിട്ട മാങ്ങാക്കറി, മാങ്ങാക്കറി ഇതിലോട്ട് ഇടണം. എന്നിട്ട് അങ്ങോട്ട് ഞെരടി 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 ഇതിലോട്ട് ചേർത്തിട്ട് തലേ ദിവസത്തെ മരിച്ചീനി ഇതിലോട്ട് ഇടണം. എന്നിട്ട് അങ്ങോട്ട് ദേശ ഇളക്കി ഒരു പരുവമാക്കി അവനെ അങ്ങോട്ട് എടുത്ത് 2 ലാമ്പി ഒരു ഒറ്റ മോന്തല്. എന്റെ പൊന്നു മോളെ, കുടലെല്ലാം നല്ല കിണുകിണാന്ന് തണുക്കും. എന്തൊരു പ്രോട്ടീൻസ് എന്നറിയോ? ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്ന പെണ്ണുങ്ങൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, നല്ല തുടുതുടോന്നിരിക്കും. അയ്യോ സംഘടിപ്പിച്ചു തരാമല്ലോ. മുത്തശ്ശിക്ക് ഏറ്റവും വലിയ വിഷമം കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്ന്. മുത്തശ്ശിയും കൂടി കൊണ്ടുവരായിരുന്നു. വയ്യമ്മേ, ഞങ്ങള് വിളിച്ചതാ. യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാ, അവശതയാ. അമ്മയ്ക്ക് എന്താ കുഞ്ഞിനെ കൊണ്ട് മുത്തശ്ശിയെ ഒന്ന് കാണിച്ചാലേ? അതൊക്കെ എളുപ്പം നടക്കുന്ന കാര്യമാണോ വേണു? പിന്നെ മുത്തശ്ശിയെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നതാണോ എളുപ്പം? അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് ചേരുന്നതൊക്കെ എളുപ്പത്തിലല്ലേ? ഒന്ന് പറയല്ലേ വേണ്ടു, അല്ലേ അമ്മേ? നീ എന്താ അങ്ങനെ പറഞ്ഞേ? എന്താ അങ്ങനെ പറഞ്ഞതെന്നോ? എന്റെ സരോ ഗർഭിണിയാണ്, അമ്മ അറിയിച്ചതല്ലേ? ഒന്ന് കാണാൻ തോന്നി അമ്മയ്ക്ക്. അത് തെറ്റായിപ്പോ അമ്മേ. ഞാൻ എങ്ങനെ ഇറങ്ങി വരാനാ? ശ്രീകുമാരി ഒറ്റക്കല്ലേ ഉള്ളൂടെ. രവിക്കാണെങ്കിൽ നിന്ന് തിരിയാൻ നേരമില്ല. എപ്പോ നോക്കിയാലും ബിസിനസ് ബിസിനസ് ബിസിനസ്. ചോദിക്കുമ്പോ ലക്ഷക്കണക്കിന് രൂപ അളിയൻ തരുന്നുണ്ടല്ലേ രവിയിലെയും ബിസിനസ്. എല്ലാവർക്കും പണം മതി ഉണ്ണി. പണം മതിയെന്നോ? അങ്ങനെ പറഞ്ഞ പണം മാത്രം കണ്ടോണ്ടല്ലേ നീ ആ പെങ്കൊച്ചിനെ കെട്ടിയത്? ശരിയല്ലേ? ഇങ്ങനെയൊക്കെ സംസാരിക്കും. ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായെന്നോ? ശ്രീകുമാരി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പം എത്ര കൂട്ടം പലഹാരം ഉണ്ടായിക്കൊണ്ട് അമ്മ ഇങ്ങോട്ട് പോകുന്നത്. എന്തൊരു ആവേശമായിരുന്നു അമ്മയ്ക്ക്. ആ ആവേശം എന്താ അമ്മ എന്റെ സരയോട് കാണിക്കാത്ത? അമ്മയുടെ കൈ കൊണ്ട് ഒരു ഇഷ്ടം മുറുക്കെങ്കിലും ഉണ്ടാക്കി അവർക്ക് കൊടുത്തുകൂടായിരുന്നോ? എടാ അതിപ്പോ ഒരിപ്പോ ഇല്ല. മുറുക്ക് തന്നെ അവിടെ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. അമ്മ അത് അവൾക്ക് കൊണ്ട് കൊടുത്തില്ല. അത് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ അമ്മമാർക്കും പെമ്മക്കളെ മതി. ആയുസ് മുഴുവൻ കുടുംബം ചുമന്ന് നടക്കുക ആമക്കളും. പടാ മോനെ ചോറുണ്ടിട്ട് പോകാം. അയ്യോ ചേട്ടാ, ഉണ്ടിട്ട് പോയാ പോരെ? ഇത് മൂക്ക് വേണ്ടിയല്ല, കൊച്ചു രാജകുമാരിക്ക് വേണ്ടി. രാജകുമാരിക്ക് പാട്ട് കേട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. ഇത് രാജകുമാരി ഒന്നുമല്ല, രാജകുമാരനാ. നീ ചവിട്ടുന്ന ചവിട്ട് കണ്ടോ? അയ്യോ കണ്ടമാനം ചവിട്ടുന്നുണ്ട് കേട്ടോ. അമ്മ കുട്ടിയെ ചവിട്ടാമോ? അമ്മച്ചിക്ക് നോവത്തില്ലയോ? മോളല്ല, വേണ്ടേ വേണ്ടേ. അടി അടി, അച്ഛൻ നല്ല അടി വെച്ച് തരും. മോള് ചാച്ചിക്കോ? അമ്പൂട്ടി മോള് ചാച്ചിക്കോ? അമ്പൂട്ടി മോനായാലും ചാച്ചിക്കോ? അച്ഛൻ്റെ അവലോസുണ്ടല്ലേ, ഉണ്ണിയപ്പല്ലേ, ലട്ടുവല്ലേ. ചിങ്കിരി മോളെ ചാച്ചിക്കോ? ചിങ്കിരി മുട്ടി ചാച്ചിക്കോ? മമ്മിയോട് വരാൻ പറ. ആ പറയാം. മമ്മി എളുപ്പം വാ. അങ്ങനെയല്ല,
ഡാഡി പോയി വിളിച്ചോണ്ട് വാ. വരും മോളെ. നല്ല സാരി കൊടുത്ത് പൊട്ടൊക്കെ തൊട്ട് മോളെ പോലെ സുന്ദരി കുട്ടിയായിട്ട് ഇപ്പൊ വരും. ഇതാ വന്നല്ലോ. വാ മമ്മി. മോളെ അപ്പൂപ്പൻ ടാറ്റ പറഞ്ഞോ? അപ്പൂപ്പൻ കുളിക്കാ. എല്ലാം എടുത്തു വെച്ചോ. ആ എടുത്തു വെച്ചു. മോള് പറക്കേ. മോളെ എന്താ മോളെ? മോളെ 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 അമ്മാ അമ്മാ മോളെ. കൈ അനക്കാതെ മോളെ. നേരത്തെ തന്നെ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമില്ല വേണു. അപ്സെറ്റായിട്ട് കാര്യമില്ല. പെട്ടെന്നൊന്നും സംഭവിക്കില്ലെന്ന് പ്രാർത്ഥിക്കാം. ആ സ്റ്റേജാ. കരയാതെ മോനെ. ഈശ്വരൻ നമ്മളെ കൈവടിയില്ല. വേണു, ഒരു മാർഗമില്ല അപ്പച്ചി എന്റെ സരവ രക്ഷിക്കാൻ. ഒന്നും വേണ്ട അപ്പച്ചി എനിക്ക്. അവള് ജീവിച്ചിരുന്നാ മതി. തളർന്നു കിടന്നോട്ടെ. ജീവിതകാലം മുഴുവൻ ഞാൻ തോളത്തെടുത്തോണ്ട് നടന്നോളാം. ഈ ലോകത്ത് എവിടെയെങ്കിലും ഇതിനൊരു മരുന്ന് കാണില്ല അപ്പച്ചി. എവിടെ വേണേലും നമുക്ക് കൊണ്ടുപോവാം. മോനെ, എല്ലാ മാർഗങ്ങളും നോക്കി തളർന്നവരല്ലേ ഞാൻ. ഇപ്പൊ നീയാണ് മോനെ എന്നെ വിഷമിപ്പിക്കുന്നത്. ഇത്രത്തോളം എന്റെ മോളെ നീ ഇഷ്ടപ്പെടുകയായിരുന്നു. സമാധാനിക്ക് വേണു. എന്തായാലും നമ്മൾ ഫേസ് ചെയ്തല്ലേ പറ്റൂ. ഞാനെന്ന് പറഞ്ഞ ഡോക്ടർ വാര്യർ മോളുടെ കേസ് ഹിസ്റ്ററിയൊക്കെ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? അദ്ദേഹം നാട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നലെ വിളിച്ചിരുന്നു. മോളുടെ കാര്യം സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ കൂടെ ഒന്ന് കാണിച്ചു നോക്കാം. മോളെവിടെ? മോൾ ഉറങ്ങിയ? മോള് വീട്ടിലല്ലേ? ഇത് പിന്നെ എവിടെ? നമ്മുടെ ഹോസ്പിറ്റല്. എന്തിനാ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നേ? ചേട്ടാ, നമുക്ക് വീട്ടിൽ പോവാം. മയക്കത്തില. ഉറങ്ങിക്കോളൂ. A typical case of aplastic anemia. Any chance? ചാൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഇസ് ദി ഓൺലി ഹോപ്പ്. ഷാൽ വി ട്രൈ ഡോക്ടർ? ഡോക്ടർ പറയുന്ന പോലെ. എന്തു പറയുന്നു വേണു? ദൈവത്തിന്റെ സ്ഥാനത്ത് ഞാനിപ്പോ ഡോക്ടറെ കാണുന്നത്. എന്റെ മോൾ എന്നും എന്റെ കൂടെ ഉണ്ടാവണം. ഡോണർ റെഡിയാണോ? യെസ് ഡോക്ടർ. അറേഞ്ച് ചെയ്തോളൂ. നമുക്ക് ചെയ്യാവുന്നത് മാക്സിമം ചെയ്തു നോക്കാം മിസ്റ്റർ മേനോൻ. റിക്കവറി കിട്ടുമെങ്കിൽ 15 ദിവസത്തിനകം അറിയാം. ലെറ്റ് us try. Thank you, doctor. God is great. വേണു, സമാധാനമായിട്ടിരിക്കുക. ഭഗവാനെ, ഗുരുവായൂരപ്പ, എന്താ ഞാൻ ഈ കേക്കണേ? എന്തൊരു യോഗമായത്. എന്റെ രാജയോഗം കഴിഞ്ഞ മുത്തശ്ശി. രാജയോഗത്തിൽ രാജാവിനെ റാണിയെ നഷ്ടപ്പെടും. എന്റെ സ്ഥലം രക്ഷപ്പെടില്ലേ മുത്തശ്ശി? കരയാതെ മോനെ. അപ്പച്ചി എന്റെ അടുത്ത് തന്നെ വേണം. ഇതുപോലെ കാണും മോളുടെ അടുത്ത്. മോളും അച്ഛനും അമ്മയൊക്കെ പോയ ഏട്ടാ. അപ്പച്ചി, ഞാനും ചേട്ടനും കൂടെ പുറത്തൊക്കെ ഒന്ന് നടന്നിട്ട് വരട്ടെ. അയ്യോ, മോൾ എന്തായി പറയുന്നത്? അങ്ങനെ പുറത്തല്ല, ദേ ഇവിടെയൊക്കെ. അധികം നടക്കണ്ട മോളെ, ബോഡി വീക്കല്ലേ. എനിക്ക് പോണം ചേട്ടാ. അപ്പച്ചി പ്ലീസ്. മോളെ, എന്താ മോളെ?
ഈശ്വരൻ രക്ഷിച്ചു വേണം. ഷീ സേഫ്, ആബ്സല്യൂട്ട്ലി സേഫ്. മോളെ മതി മതി. എന്താ മോളെ ഇത്? മോളെ ദേഹം അലക്കരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? മതി, ഇനി പിന്നെ മതി മതി മോളെ, മതി മതി മോളെ മോളെ